നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയോട് കൂടിയാണ് 9 മണി വാർത്ത തുടങ്ങുന്നത്. PV അൻവറിന്റെ വീട്ടിൽ ED റെയ്ഡ്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം പ്രധാന വാർത്ത. PV അൻവറിന്റെ വീട്ടിൽ ED റെയ്ഡ്. ED സംഘം എത്തിയത് മലപ്പുറം മുദായിലെ വീട്ടിൽ. KFC വായ്പയടക്കം സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച ആരോപണങ്ങളിൽ പരിശോധന. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ A. പത്മകുമാറിനായി കസ്റ്റഡി അപേക്ഷ നൽകാൻ SIT. N. വാസുവിനായും കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. മൂന്നാമത്തെ ഇടക്കാല അന്വേഷണ റിപ്പോർട്ടും ഹൈക്കോടതിയിൽ ഉടൻ സമർപ്പിക്കും. പത്മകുമാറിന്റെ അറസ്റ്റ് സർക്കാരിനുണ്ടാക്കിയ പ്രതിസന്ധി ഇന്ന് ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്യും. SIR-ൽ ഇന്ന് നിർണായകം. ഹർജികൾ ഇന്ന് സുപ്രീം കോടതിയിൽ. സംസ്ഥാന സർക്കാരിന്റെ ഹർജിയും പരിഗണനയ്ക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പത്രികാ സമർപ്പണത്തിന് സമയപരിധി ഇന്ന് അവസാനിക്കും. സൂക്ഷ്മ പരിശോധന നാളെ. ഇനിയും പലയിടത്തും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനാവാതെ മുന്നണികൾ. തൃശൂരിൽ തിയേറ്റർ നടത്തിപ്പുകാരനും ഡ്രൈവർക്കും വെട്ടേറ്റു. രാഗം തിയേറ്റർ നടത്തിപ്പുകാരൻ സുനിലിനും ഡ്രൈവർ അജീഷിനുമാണ് വെട്ടേറ്റത്. ആക്രമണത്തിന് പിന്നിൽ സാമ്പത്തിക തർക്കം. കർണാടക കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി തർക്കം. DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണമെന്നൊരു വിഭാഗം. ശിവകുമാറിനായി പ്രമുഖ MLA-മാർ ഡൽഹിയിൽ. നേതൃമാറ്റ ആവശ്യം ഹൈക്കമാൻഡിന് മുന്നിൽ വയ്ക്കുമെന്ന് രാമനഗര MLA ഇക്ബാൽ ഹുസൈൻ ന്യൂസ് 18നോട്. സൊഹ്റാൻ മംദാനി ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച ചെയ്യുന്ന. ന്യൂയോർക്കിലെ ജനങ്ങൾക്ക് വേണ്ടി ആരുമായും ചർച്ചയ്ക്ക് തയ്യാറെന്ന് മംദാനി. കമ്മ്യൂണിസ്റ്റ് എത്തുമെന്ന് വിശേഷിപ്പിച്ച വൈറ്റ് ഹൌസ് വാർത്താക്കുറിപ്പ്. വിജയത്തിന് ശേഷം മംദാനി പ്രസിഡന്റിനെ കാണുന്നത് ഇതാദ്യം. അശാന്തമായി നേപ്പാൾ. മുൻ ഭരണപക്ഷ അനുകൂലികളും ജൻസി പ്രക്ഷോഭകാരികളും തമ്മിൽ സംഘർഷം തുടരുന്നു. പല സ്ഥലങ്ങളിലും കർഫ്യൂ. ജനങ്ങളോട് സംയമനം പാലിക്കണമെന്ന് താൽക്കാലിക പ്രധാനമന്ത്രി സുശീല കർക്കി. തൃണമൂൽ നേതാവും മുൻ MLA-യുമായ PV അൻവറിന്റെ വീട്ടിൽ ED റെയ്ഡ്. KFC വായ്പയടക്കം സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് മലപ്പുറം മുദായിലെ വീട്ടിൽ ഇപ്പോൾ ED പരിശോധന നടത്തുന്നത്. CV അനുമോദ് വിവരങ്ങളുമായി ചേരുന്നു. അനുമോദ്, എന്തിനാണ് ഈ പരിശോധന? പരിശോധന ഇപ്പോഴും തുടരുകയാണോ? ED ഇപ്പോൾ ഉള്ളത് PV അൻവറിന്റെ വീട്ടിലാണല്ലോ, അല്ലേ? ഭവ്യ, ED-യുടെ കൊച്ചി കോഴിക്കോട് യൂണിറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് അൻവറിന്റെ വീട്ടിലും അൻവറിന്റെ സഹായികളുടെ വീട്ടിലും അൻവറിന്റെ പാർക്കിലും റെയ്ഡ് നടത്തുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അൻവർ മുൻപ് KFC-യിൽ നിന്നും 12 കോടി വായ്പ എടുത്തതുമായി സംബന്ധിച്ച ഒരു പരാതി വിജിലൻസിന് ലഭിച്ചിരുന്നു. ഈ ഒരു പരാതിയിൽ വിജിലൻസ് അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ ED-യുടെ പരിശോധന ഈ മേഖലയിൽ ഇതിൽ നടക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരേ ഈട് വെച്ച് 2 വായ്പയെടുത്തു എന്ന ഒരു പരാതി അല്ലെങ്കിൽ അത്തരത്തിലൊരു ക്രമക്കേട് 2 കമ്പനികളുടെ സാമ്പത്തിക ഇടപാടുകളാണ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വിജിലൻസിന് പരാതി ലഭിച്ചതിനടുത്ത് വിജിലൻസ് അന്വേഷണം പൂർത്തിയാക്കിയ ഒരു സാഹചര്യമുണ്ട്. അൻവർ ഇക്കാര്യത്തിൽ മുൻപ് തന്റെ ഭാഗം വിശദീകരിക്കുകയും ചെയ്തിരുന്നു. KFC-യിൽ നിന്നും ലോൺ തിരിച്ചടച്ചിട്ടില്ല എന്നുള്ള ആക്ഷേപം തെറ്റാണ്. 3 ലോണുകളാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഒരു ലോൺ പൂർണ്ണമായും തിരിച്ചടച്ചു കഴിഞ്ഞതാണ്. മറ്റ് 2 ലോണുകൾ തിരിച്ചടച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ 1 ടൈം സെറ്റിൽമെന്റിന് ശ്രമിച്ചെങ്കിലും സർക്കാർ അതിന് അനുവദിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. മേഴ്സി സെറ്റിൽമെന്റ് അവൈലബിലിറ്റി സർക്കാർ തന്നില്ല എന്നൊരു ആക്ഷേപവും അൻവർ അന്ന് പറഞ്ഞിരുന്നു. ഇതിന്റെ ചുവട് പിടിച്ചു തന്നെയാണ് ഇപ്പോൾ ED-യുടെയും പരിശോധന എന്ന് വേണം അറിയുവാൻ. അൻവർ പറയുന്നത് 7.5 കോടി മാത്രമാണ് തിരിച്ചടയ്ക്കാനുള്ളത് എന്നാണ്. എന്നാൽ ഇതിൽ നേരത്തെ ഉണ്ടായിരുന്ന ആക്ഷേപം 12 കോടിയിലധികം രൂപ അൻവർ ലോൺ എടുത്ത് അത് തിരിച്ചടച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ ഉള്ളൊരു പരാതിയിലാണ് ഇപ്പോൾ നേരത്തെ വിജിലൻസിന്റെ അന്വേഷണം ഉണ്ടായത്. അതിന്റെ സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ED-യുടെ അന്വേഷണം എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് രാവിലെയാണ് ED-യുടെ പരിശോധന അൻവറിന്റെ വീട്ടിലും അൻവറിന്റെ സഹായികളുടെ വീട്ടിലും അൻവറിന്റെ മഞ്ചേരിയുടെ ഓഫീസിലും ഒക്കെ തന്നെ ആരംഭിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ രാഷ്ട്രീയമായ സാഹചര്യങ്ങൾ കൂടിയാണ്. അൻവർ UDF-ന്റെ പ്രവേശനത്തിന് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ്
ഈ ഒരു അന്വേഷണം നടക്കുന്നത് എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതാണ് അനുമോദ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. UDF ക്യാമ്പിലാണോ എന്ന് ചോദിച്ചാൽ ആണ്, പക്ഷേ ഇതുവരെ അകത്ത് കയറിയിട്ടുമില്ല, എന്നാൽ പുറത്തല്ല, താനും ധാരണയിലുമാണ് എന്നുള്ളൊരു പ്രത്യേക അവസ്ഥയിലാണ് ഇപ്പോൾ അൻവർ ഉള്ളത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ UDF പ്രവേശനത്തിന് നിൽക്കുന്ന PV അൻവറിനെ സംബന്ധിച്ച് ഈ ഒരു ED പരിശോധന അതൊരു ഏതെങ്കിലും തരത്തിലൊരു പ്രതിസന്ധി ആവാനുള്ള സാഹചര്യമുണ്ടോ? അൻവറിനെതിരെ ആദ്യമായിട്ടല്ല സാമ്പത്തിക ക്രമക്കേടുകൾക്ക് കേസ് അന്വേഷിക്കുന്നതും അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നു. മുൻപ് വിജിലൻസ് അന്വേഷിച്ചിരുന്നു, അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണങ്ങളുമായിട്ടുണ്ട്. അങ്ങനെ നിരവധി തവണ അൻവർ ഇത്തരം അന്വേഷണങ്ങൾക്ക് വിധേയനായ ഒരു വ്യക്തിയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു ആരോപണങ്ങൾക്ക് ചുവട് പിടിച്ചുകൊണ്ട് UDF ഉന്നയിക്കുക, അല്ലെങ്കിൽ അൻവറിനൊപ്പമുള്ളവർ ഉന്നയിക്കുക, EDയെ സ്വാധീനിച്ച് നടത്തുന്ന ഒരു പരിശോധന എന്ന തരത്തിലായിരിക്കും. കാരണം അൻവർ UDFിൻ്റെ ഭാഗമാകുന്നത് നിലവിൽ ഇടതുപക്ഷത്തിന് തലവേദന സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് അൻവറിനെതിരെ ഇത്തരം നീക്കം നടത്തുന്നതൊരു ആരോപണമാകും UDFിൻ്റെയോ അല്ലെങ്കിൽ അൻവറിനെ പിന്തുണയ്ക്കുന്നവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പോകുന്നത്. കാരണം ഇതിൻ്റെ ഒരു സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. 24-ാം തീയതി ചേരുന്ന UDF യോഗത്തിൽ അൻവറിനെ മുന്നണിയുടെ ഭാഗമാക്കുന്നത് സംബന്ധിച്ചുള്ള നിർണായക തീരുമാനങ്ങൾ പുറത്തു വരുമെന്ന സൂചനകൾ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്തിനാണ് EDയുടെ പരിശോധന എന്നുള്ളതും രാഷ്ട്രീയമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഇത് വിജിലൻസിൻ്റെ അന്വേഷണത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടുള്ള അതേ സമാനമായ ഒരു സംഭവത്തിലാണ് EDയുടെ അന്വേഷണം എന്ന് പറഞ്ഞു വെക്കാമെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അൻവറിൻ്റെ അണികൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ട് പലയിടത്തും മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഒരു അന്വേഷണം, ഈ ഒരു റെയ്ഡ് എന്നുള്ളതാണ്. കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലാണ് ഈ പരിശോധന എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമാകുന്ന കാര്യം. രാഷ്ട്രീയപരമായും അതിനേറെ പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ED ആവശ്യപ്പെട്ട രേഖകളെല്ലാം നൽകിയോ PV അൻവർ? ഒപ്പം ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു എന്തിനാണിത് എന്നുള്ള എന്തെങ്കിലും ഒരു വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? അദ്ദേഹം എന്തെങ്കിലും പ്രതികരണത്തിന് തയ്യാറായിട്ടുണ്ടോ? ഭവ്യ, അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിനോ അദ്ദേഹത്തിനൊപ്പമുള്ള പ്രതികരണത്തിനോ നമുക്ക് സാധിച്ചിട്ടില്ല. അവരെല്ലാം തന്നെ അവരുടെ വീടുകളിൽ അവരുടെ ഫോണുകളൊക്കെ തന്നെ EDയുടെ കസ്റ്റഡിയിലാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അൻവറിൻ്റെ വീട്ടിലേക്കുള്ള വാതിലുകൾ, അതായത് ഗേറ്റുകളൊക്കെ തന്നെ പൂട്ടിയിട്ടാണ് ED പരിശോധന നടത്തുന്നത്. അൻവറിൻ്റെ പാർക്കിലെയും ഓഫീസുകളിലെയും അവസ്ഥ സമാനമാണ്. അൻവറുമായി ബന്ധപ്പെട്ട എല്ലാവരും തന്നെ EDയുടെ പരിശോധനയിലാണ് എന്നുള്ളത് കൊണ്ട് അൻവറിൻ്റെ പ്രതികരണമോ അൻവറിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണമോ ലഭിച്ചിട്ടില്ല. നിലമ്പൂരിൽ തന്നെയുള്ള തൃണമൂൽ കോൺഗ്രസിൻ്റെ വക്താക്കളാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ, ഈ രാഷ്ട്രീയമായിട്ടുള്ള ആക്ഷേപങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും രാഷ്ട്രീയമായിട്ട് ഇത് വലിയ തോതിൽ തന്നെ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു സമയം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും നിർണായക ഘട്ടത്തിലാണ് എന്നുള്ളതും അൻവർ UDFിൻ്റെ ഭാഗമാകുവാൻ ഒരുങ്ങുന്നു എന്നുള്ളതുമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ പുറത്തു വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവരം അൻവറിൻ്റെ ഇടവണ്ണയിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഓഫീസിലും EDയുടെ പരിശോധന നടക്കുന്നുണ്ട് എന്നുള്ളത്. അത് അൻവറുമായി ബന്ധപ്പെട്ട് എല്ലായിടത്തും ED ഒരേ സമയം പരിശോധന നടത്തുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ അദ്ദേഹത്തിൻ്റെ പാർക്കും ഓഫീസുകളും ഒപ്പം തൃണമൂൽ കോൺഗ്രസിൻ്റെ ഓഫീസിലും ഈ പരിശോധന നടക്കുന്നു എന്നുള്ളതും ഇപ്പോൾ കിട്ടിയ ഒരു പ്രധാനപ്പെട്ട വിവരമാണ്. അൻവറുമായി ബന്ധപ്പെട്ട എല്ലായിടങ്ങളിലും കൃത്യമായി പരിശോധന നടത്തുന്നു എന്ന് പറയുമ്പോൾ EDയുടെ കൃത്യമായ കുരുക്ക് അൻവറിന് മുറുകുന്നു എന്ന് കരുതണം ഈ മണിക്കൂറിൽ, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ വേണം കരുതുവാൻ. കാരണം ഈ ഒരു വിഷയത്തിൽ അൻവറിന് എതിരെ നേരത്തെ ഉണ്ടായിരുന്ന സാമ്പത്തിക ക്രമക്കേടുകൾ, സാമ്പത്തികമായിട്ടുള്ള ലംഘനങ്ങൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കേസുകൾ, ഇതുമായി ഉള്ള കാര്യങ്ങളൊക്കെ വിജിലൻസ് നേരത്തെ തന്നെ പരിശോധിച്ചതാണ്. ആ വിജിലൻസ് പരിശോധിച്ച അതേ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ EDയുടെ ഭാഗത്തും ഒരു അന്വേഷണം നടക്കുന്നത്. സ്വാഭാവികമായിട്ട് അൻവറിന് ഇത് രാഷ്ട്രീയ പ്രേരിതമെന്ന് പറഞ്ഞൊഴിയാമെങ്കിലും UDF ഇതിനെ എങ്ങനെ കാണും എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് കുറ്റാരോപിതനായ ഒരു വ്യക്തിയെ എന്ന നിലയിൽ അൻവറിനെ UDF കാണുകയാണെങ്കിൽ അത് അൻവറിൻ്റെ പ്രവേശനത്തിന് തടസ്സം നിൽക്കുന്നവർക്ക് അൻവറിനെതിരെ വീണ്ടും ആയുധമാക്കാവുന്ന ഒരു കാര്യമായിട്ട് മാറും. മറിച്ച് അൻവറിന് രക്തസാക്ഷി പരിവേഷം ഇതിൽ ഒരുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൽ അത് കേന്ദ്രത്തെ കൂട്ടുപിടിച്ച് ഇടതുപക്ഷം നടത്തുന്ന നീക്കമായിട്ടും വിശദീകരിക്കാൻ കഴിയും. എന്താണെങ്കിലും പല തലങ്ങൾ ഈ ഒരു നടപടിക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രാഷ്ട്രീയമായിട്ടും അതുപോലെ തന്നെ അൻവറിനെ സംബന്ധിച്ച് വിജിലൻസിൻ്റെ അന്വേഷണവും ക്രൈംബ്രാഞ്ച് അന്വേഷണമൊക്കെ മുൻപ് നേരിട്ടിട്ടുണ്ടെങ്കിലും
ED-യുടെ അന്വേഷണം പരിധിയിൽ വരുന്നത് ആദ്യമായിട്ടാണ്. ED-യുടെ തുടർ നടപടികൾ എന്തെല്ലാം ആകുമെന്നുള്ളത് കൂടി അറിഞ്ഞാൽ മാത്രമേ ഈ അന്വേഷണത്തിന്റെ മറ്റു കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനാവൂ. ED-യുടെ കൊച്ചി, കോഴിക്കോട് യൂണിറ്റുകളാണ് ഇപ്പോൾ ഈ പറഞ്ഞ അൻവറിന്റെ ഓഫീസുകളിലും തൃണമൂൽ കോൺഗ്രസിന്റെ ഓഫീസുകളിലും ഒക്കെ തന്നെ മനമോദ് പലയിടങ്ങളിലും സ്വതന്ത്രമായൊക്കെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച സാഹചര്യമുണ്ട് അൻവറിന്റെ നേതൃത്വത്തിൽ. അപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ ഇത്തരത്തിലൊരു ED റെയ്ഡ് ഏതെങ്കിലും തരത്തിൽ ഒരു തിരിച്ചടി ആകുമോ അൻവറിന്? തീർച്ചയായും ഇത് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് തരത്തിൽ നമുക്കിതിനെ കാണേണ്ടതുണ്ട്. ഒന്നുകിൽ അൻവറിന് ഇത് രാഷ്ട്രീയമായിട്ട് തനിക്കെതിരെ പ്രതിയോഗികൾ നടത്തുന്ന നീക്കമായിട്ട് വിശദീകരിച്ച് താൻ വീണ്ടും ഒരു രക്തസാക്ഷി പരിവേഷം അൻവറിന് അണിയുവാൻ സാധിക്കും. നമുക്കറിയാം അൻവറിനെ അന്ന് രാത്രി വനംവകുപ്പിലെ ഓഫീസ് ആക്രമിച്ചു എന്ന കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത് നീക്കിയതും അദ്ദേഹത്തെ ജയിലിലടച്ചതും പിന്നീട് അദ്ദേഹം അത് രാഷ്ട്രീയമായിട്ട് എപ്രകാരം ഉപയോഗപ്പെടുത്തി എന്നുള്ളതൊക്കെ നമുക്കറിയാം. താൽക്കാലികമായിട്ടാണെങ്കിലും അത് അൻവറിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായിട്ട് ഒരു മേൽക്കൈ നേടാനുള്ള സാഹചര്യം അന്ന് തീർത്തിരുന്നു. അത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ പ്രതിഫലിക്കുകയും ചെയ്തിരുന്നു. സമാനമായ രീതിയിൽ അൻവറിന് ഇതിനെയും വിശദീകരിക്കാൻ സാധിക്കും. ED-യെ ഉപയോഗിച്ച് തന്നെ വേട്ടയാടുകയാണ്, ED-യെ ഉപയോഗിച്ച് താൻ രാഷ്ട്രീയമായിട്ട് നിർണായകമാകുമെന്ന ഘട്ടത്തിൽ ഭീഷണിപ്പെടുത്താനുള്ള ശ്രമമാണ് എന്നൊക്കെ അൻവറിന് വിശദീകരിക്കാൻ സാധിക്കും. അത് ഒരു തരത്തിൽ അൻവറിനെ സംബന്ധിച്ച് ഈ ഘട്ടത്തിലെ ഇത്തരം നീക്കങ്ങൾ അൻവറിന്റെ രാഷ്ട്രീയ ചരിത്രവും മുൻകാല പ്രവർത്തന ചരിത്രവും ഒക്കെ നോക്കുമ്പോൾ അൻവർ അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗപ്പെടുത്താൻ തന്നെയാകും ശ്രമിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്താണെങ്കിലും ED-യുടെ തുടർ നടപടികൾ എന്തൊക്കെയാകും എന്നുള്ളതാണ് പ്രധാനമായിട്ടും അറിയേണ്ടതായിട്ടുള്ളത്. ഒപ്പം തന്നെ UDF-ന്റെ ഭാഗത്തു നിന്നും ഉള്ള പ്രതികരണങ്ങൾ ഇതിനെ എങ്ങനെയാകും എന്നുള്ളതാണ് കണ്ടറിയേണ്ട കാര്യം. ഭവ്യ. ശരി, സേവ്യ അനുമോദാണ് പ്രധാനപ്പെട്ട വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്. നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ പത്മകുമാറിന് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘം ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. റിമാൻഡിൽ തുടരുന്ന മുൻ ദേവസ്വം കമ്മീഷണർ N. വാസുവിനായും കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാനാണ് SIT-യുടെ നീക്കം. ഇരുവരെയും ഒരുമിച്ച് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രത്യേക അന്വേഷണ സംഘം. അതിനിടെ മൂന്നാമത്തെ ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് SIT ഉടൻ ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ഡാൻ കുര്യൻ നൽകും വാർത്തയുടെ പ്രധാനപ്പെട്ട വിവരങ്ങൾ. ഡാൻ, ആറാമനായാണ് പത്മകുമാറിന്റെ അറസ്റ്റ് ഇന്നലെ രേഖപ്പെടുത്തിയത്. ഈ അറസ്റ്റോടെ പുതിയ വിവാദങ്ങളൊക്കെ തുറന്ന് നമ്മൾ കണ്ടതാണ്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, D. സുധീഷ് കുമാർ, S. ബൈജു, N. വാസു, പത്മകുമാർ, ഇനി ആര് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് അവശേഷിക്കുന്നത്. ഇനി ഏത് വമ്പനാണ് കുടുങ്ങാൻ പോകുന്നതെന്നുള്ള ചോദ്യമാണ്. എന്തായാലും പത്മകുമാറിലൂടെ CPM പ്രതിരോധത്തിലായി എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. CPM-ന്റെ മുഴുനീള പ്രവർത്തകൻ തന്നെയാണ് ഇന്നലെ അറസ്റ്റിലായത്. അപ്പോൾ ഇനി ആര് കുടുങ്ങുമെന്നുള്ള വലിയ ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നു. എന്തായാലും N. വാസുവിനെയും പത്മകുമാറിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുമ്പോൾ ആര് അടുത്തത് കുടുങ്ങുമെന്നതാണ് അറിയേണ്ടത്. തീർച്ചയായിട്ടും ശബരിമലയുമായി ബന്ധപ്പെട്ട് ഈ സമീപകാലത്തൊന്നും ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു വിവാദമാണ്, അല്ലെങ്കിൽ വിശ്വാസ സമൂഹത്തെ അടക്കം ആശങ്കയിലാഴ്ത്തിയ ഒരു വിവാദമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം അതിന്റെ നിർണായകമായ ഒരു ദിശയിലേക്കാണ് കടക്കുന്നത്. 2 ഇടക്കാല റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നതിനിടയിലാണ് നേരത്തെ സൂചിപ്പിച്ച 5 പേർ അറസ്റ്റിലായത്. മൂന്നാമത്തെ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കുന്നതിനിടയിലാണ് 2019 ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷനായിരുന്ന പത്മകുമാറിനെ ഇന്നലെ അന്വേഷണ സംഘം വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കോടതിയിൽ ഹാജരാക്കിയ പത്മകുമാർ ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ് തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിൽ. അവിടെ നിന്ന് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് വേണ്ടിയുള്ള അപേക്ഷയാണ് അന്വേഷണ സംഘം നടത്തുന്നത്. അതോടൊപ്പം കൊട്ടാരക്കര ജയിലിൽ കഴിയുന്ന N. വാസുവിന് വേണ്ടിയും കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് അറിയുന്നത്. അങ്ങനെ ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ കേസുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ചില വഴിത്തിരിവുകൾ ഉണ്ടാകുമെന്ന വിലയിരുത്തലാണ് അന്വേഷണ സംഘം. അതിനിടെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, അതായത് പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന സമയത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെതിരായ ചില പരാമർശങ്ങൾ, അഭ്യൂഹങ്ങളൊക്കെ ഇന്നലെ മുതൽ തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അന്വേഷണ സംഘം നമ്മളോടത് പൂർണ്ണമായി നിഷേധിക്കുകയാണ്. അങ്ങനെ പ്രചരിക്കുന്നത് കഥകൾ മാത്രമാണ് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം അദ്ദേഹം എടുത്തു പറയുന്ന കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിലെ അടക്കം വിശദാംശങ്ങൾ ഒരു തരത്തിലും മാധ്യമങ്ങളിലൂടെ ചോരാൻ പാടില്ല എന്ന നിർദ്ദേശം ഹൈക്കോടതി കൃത്യമായി നൽകിയിരിക്കുന്നതാണ്. അതുകൊണ്ട് കോടതിയുടെ ഉത്തരവ് മറികടന്നുകൊണ്ട് ഇത്തരം വിവരങ്ങൾ
പങ്കുവെക്കാൻ കഴിയില്ല. അതിൽ പരിമിതി നിലനിൽക്കുകയാണ്. കോടതി ഈ കാര്യങ്ങൾ എല്ലാ ദിവസവും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെയാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന അന്വേഷണ സംഘ തലവൻ തന്നെ നമ്മളോട് വ്യക്തമാക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി വീണ്ടും ആവർത്തിച്ച് ചോദിക്കുകയാണ്. ഇന്നലെ വന്ന ഡാൻ പറഞ്ഞതുപോലെ തന്നെ വന്ന അഭ്യൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ എൻട്രിക്ക് വഴിവെച്ചത് കടകംപള്ളി സുരേന്ദ്രനാണ് എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളായിരുന്നു തുടക്കം മുതലേ വന്നത്. അതുമാത്രമല്ല എ പത്മകുമാറിനെ ചോദ്യം ചെയ്തതിലൂടെ അദ്ദേഹം കടകംപള്ളി സുരേന്ദ്രൻ എന്ന പേരിലേക്ക് എത്തുന്ന തരത്തിലുള്ള മൊഴികൾ നൽകി എന്നുള്ള വിവരങ്ങളും എന്ന സൂചനകളും നമുക്ക് ലഭ്യമായിരുന്നു. അപ്പോൾ അതൊന്നുമില്ല, അദ്ദേഹത്തിലേക്ക് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നാണോ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്? നിലവിൽ അവർ വ്യക്തമാക്കുന്നത് പത്മകുമാറാണ് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയുടെ പ്രധാന പങ്കാളി പത്മകുമാറാണ്. പത്മകുമാറിന്റെ വസതിയിൽ വെച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടത്തിയിരിക്കുന്നത് എന്ന കാര്യം ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് വ്യക്തമാക്കുന്ന തെളിവുകളടക്കം അന്വേഷണ സംഘം ശേഖരിച്ചതിന് ശേഷമാണ് പത്മകുമാറിനെ ചോദ്യം ചെയ്യാനായി കഴിഞ്ഞ ആഴ്ച തന്നെ നോട്ടീസ് നൽകുന്ന ഒരു സാഹചര്യമുണ്ടായത്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ മുൻ മന്ത്രി കൂടിയായ കടകംപള്ളി സുരേന്ദ്രൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് അന്വേഷണ സംഘ തലവൻ തന്നെ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇത്തരമൊരു അഭ്യൂഹം എവിടെ നിന്ന് പ്രചരിച്ചു എന്നത് കൃത്യമായി തന്നെ അന്വേഷണ സംഘവും പരിശോധിക്കുന്നുണ്ട് എന്ന് കൂടിയാണ് അവർ വ്യക്തമാക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഈ അന്വേഷണത്തിന്റെ ദിശ ശബരിമലയുമായി ബന്ധപ്പെട്ട ആത്മീയ കാര്യങ്ങളിൽ കൃത്യമായി നേതൃത്വം നൽകുന്ന ചില കേന്ദ്രങ്ങളിലേക്ക് കൂടി എത്തും എന്നുള്ള സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് ഈ പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടിരുന്ന സമയത്തടക്കം ശബരിമലയിൽ നിർണായക സ്വാധീനം ഉണ്ടായിരുന്ന ചില ആത്മീയ കേന്ദ്രങ്ങളിലേക്ക് കൂടി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം എത്തുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതാരാണ് എന്ന് വ്യക്തമാക്കാൻ ഇതുവരെ ഉദ്യോഗസ്ഥരൊന്നും തയ്യാറായിട്ടില്ല. ഒരുപക്ഷെ ആ ദിശയിലേക്കാണ് അന്വേഷണം നീളുന്നത്. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ ഇടക്കാല റിപ്പോർട്ട് അടുത്ത ദിവസം ഹൈക്കോടതിയിൽ സമർപ്പിക്കുമ്പോൾ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി കോടതിയെ അവർ അറിയിക്കും. അതിനുശേഷം കോടതിയുടെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്വേഷണം ആ ദിശയിലേക്ക് കൂടി നീളുക. തീർച്ചയായും ഡാൻ, എന്തായാലും ഈ ഉദ്യോഗസ്ഥരിൽ നിന്നും മുൻ ഉദ്യോഗസ്ഥരിൽ നിന്നും പാർട്ടിയുടെ മുഴുവൻ സമയ സഹയാത്രികരിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. പത്മകുമാറിന്റെ അറസ്റ്റോടുകൂടി അതും ഒരു തെരഞ്ഞെടുപ്പ് കാലത്താണ് ഇത്തരത്തിലൊരു വലിയ തിരിച്ചടി പാർട്ടിക്ക് കിട്ടിയത്. അത് വലിയ ക്ഷീണമാകുമെന്ന കാര്യത്തിൽ നന്നായി വിയർപ്പൊഴുക്കേണ്ടി വരും CPM എന്ന കാര്യം സംശയമില്ല. ഇന്നെന്തായാലും പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. അപ്പോൾ ഇനി എങ്ങനെ പിടിച്ചു നിൽക്കും എന്ന ചർച്ച ഈ യോഗത്തിൽ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടാകുമായിരിക്കുമല്ലേ? അതായത് ഇങ്ങനെയൊരു അറസ്റ്റ് ഉണ്ടാകുമെന്ന്, പത്മകുമാറിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് ആഭ്യന്തര വകുപ്പിന്റെ തലവൻ കൂടിയായ മുഖ്യമന്ത്രി നേരത്തെ തന്നെ അറിഞ്ഞിരുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളോട് ഈ വിഷയത്തിൽ ഒരു തരത്തിലുള്ള ദാക്ഷിണ്യവും ഉണ്ടാകേണ്ടതില്ല എന്നൊരു നിലപാടെടുത്തത് എന്നാണ് നമുക്ക് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. അങ്ങനെയെങ്കിൽ ഈ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത് ഏതെങ്കിലും കേന്ദ്ര ഏജൻസികളല്ല, സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരടങ്ങിയ ഒരു പ്രത്യേക സംഘമാണ്. പക്ഷേ ഈ കേസിനെ വ്യത്യസ്തമാക്കുന്നത് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഈ കേസിലെ സുപ്രധാനമായ നിരീക്ഷണവും കൃത്യമായ ഇടവേളകളിലെ ഇടപെടലും തന്നെയാണ്. അതുതന്നെയാണ് ഈ കേസിൽ മറ്റു തരത്തിലുള്ള ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാൻ ഉദ്യോഗസ്ഥർക്ക് കഴിയില്ല എന്നൊരു വിലയിരുത്തലിലേക്ക്, നിഗമനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. എന്തായാലും പത്മകുമാറിന്റെ അറസ്റ്റ്, മുൻ കോന്നി MLA കൂടിയാണ് അദ്ദേഹം, CPMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ്. അങ്ങനെ ഒരാൾ ഇങ്ങനെയൊരു സുപ്രധാനമായ കേസിൽ അറസ്റ്റിലാകുമ്പോൾ തീർച്ചയായിട്ടും പാർട്ടിക്ക് അത് ഉണ്ടാക്കുന്ന ഒരു അവമതിപ്പ് ചെറുതല്ല. പക്ഷേ അതിനെ പ്രതിരോധിക്കാനായി ആഭ്യന്തര വകുപ്പും സർക്കാരും LDF ഒക്കെ മുമ്പോട്ട് വെക്കുന്ന ഒരു ന്യായം, മുഖം നോക്കാതെ ഇങ്ങനെ ധീരമായ ഒരു നടപടിയെടുക്കാൻ ഈ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു. ഇനിയും ആരായാലും ചോദ്യം ചെയ്തുകൊണ്ട് ഇന്നലെ മന്ത്രി വി ശിവൻകുട്ടി അടക്കം വ്യക്തമാക്കിയത് ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കട്ടെ, അത് പത്മകുമാറാണെങ്കിൽ പത്മകുമാറാകട്ടെ എന്ന തരത്തിലാണ്. അതായത് അദ്ദേഹത്തെ പരസ്യമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് CPMന്റെ മന്ത്രിമാരടക്കം രംഗത്ത് വരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അങ്ങനെ ഈ അവമതിപ്പിനെ മറികടക്കാൻ കഴിയുമെന്നാണ് അവരുടെ പ്രതീക്ഷ. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം കൊടുമ്പിരി കൊള്ളുകയാണ്. ആഴ്ചകൾ മാത്രമാണ് ബാക്കിയാകുന്നത് തെരഞ്ഞെടുപ്പിന്. ഇന്ന് പത്രികാ സമർപ്പണത്തിന്റെ അവസാന ദിവസമാണ്. ഇത് മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമായി എല്ലാ വാർഡുകളിലും എല്ലാ നഗരസഭകളിലും അലയടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വിശ്വാസ സമൂഹത്തിന്റെ പിന്തുണ ഉറപ്പാക്കാനുള്ള വലിയ രാഷ്ട്രീയ പ്രചാരണം ആയുധമാക്കി UDFും BJPയും ഈ വിഷയത്തെ മാറ്റുമെന്നതിലും യാതൊരു തർക്കവും വേണ്ട. അതിനിടയിലാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് യോഗം ചേരുന്നത്. ഈ വിവാദങ്ങളടക്കം ഈ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്.
അതാണ് എന്തായാലും പ്രതിരോധങ്ങളെല്ലാം അമ്പയെ പാളിയിട്ടുണ്ട്. CPM-നും LDF-നും നന്നായി വിയർക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അയ്യപ്പന്റെ പൊന്നു മോഷ്ടിച്ചവരെ സംരക്ഷിക്കില്ല എന്നുള്ള പതിവ് പ്രതിരോധം ഇനി എന്തായാലും വിലപ്പോകില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നലെ പത്മകുമാറിന്റെ അറസ്റ്റോടുകൂടി ചോദ്യമുന നീണ്ടത് ഇനി ആര് എന്നുള്ള ചോദ്യത്തിൽ സംശയങ്ങൾ ഉയർന്നത് ശ്രീ കടകംപള്ളി സുരേന്ദ്രന്റെ പേരിലേക്കായിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകുന്നില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഡാൻ നൽകുന്ന വിവരവും അതുതന്നെയാണ്. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ മാധ്യമങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ കടകംപള്ളി ക്ഷുഭിതനാകുന്നതാണ് നമ്മൾ കണ്ടത്. മാധ്യമങ്ങൾക്ക് നേരെ തിരിയുന്ന കടകംപള്ളിയായിരുന്നു നമ്മൾ ഇന്ന് രാവിലെ കണ്ടത്. എന്തായാലും ഡാൻ കുര്യനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിന് ഇന്ന് നിർണായക ദിനം. വിജിലൻസ് നൽകിയ ക്ലീൻ ചിറ്റ് തിരുവനന്തപുരം വിജിലൻസ് കോടതി റദ്ദാക്കിയതിനെതിരെ അജിത് കുമാർ നൽകിയ ഹർജിയിൽ കേരള ഹൈക്കോടതി ഇന്ന് വിധി പറയും. മുഖ്യമന്ത്രിക്കെതിരായ വിജിലൻസ് കോടതിയുടെ പരാമർശങ്ങൾ നീക്കണമെന്ന സർക്കാരിന്റെ ഹർജിയിലും കോടതി തീരുമാനമെടുക്കും. ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, എന്തായാലും ADGPക്ക് ഇന്ന് നിർണായകം. തീർച്ചയായും ADGPക്ക് ഇന്ന് ഹൈക്കോടതിയിലെ നടപടികൾ നിർണായകമാണ്. പ്രത്യേകിച്ച് ഈ വിജിലൻസ് കോടതിയുടെ പരാമർശങ്ങൾ, വിജിലൻസ് കോടതിയുടെ കണ്ടെത്തലുകളും എല്ലാം തന്നെ ഇക്കാര്യത്തിലുണ്ട്. ഇതിൽ തനിക്കെതിരെ നടത്തിയ അന്വേഷണങ്ങൾ ഇത് ആദ്യഘട്ടത്തിൽ നടത്തിയിരുന്നു. പിന്നീട് ഒരു അനുകൂലമായ വിധി സമ്പാദനത്തിലേക്ക് അടക്കം പോവുകയും ചെയ്യുന്നു. പക്ഷേ വിചാരണ കോടതി ഇത് തള്ളുകയായിരുന്നു. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ് ഇതിൽ കൂടുതൽ വസ്തുതപരമായ അന്വേഷണങ്ങൾക്കും കാര്യങ്ങൾക്കും സാധ്യതയുണ്ട്, ഇതൊന്നും പരിശോധിച്ചില്ല എന്ന രീതിയിലായിരുന്നു വിചാരണ കോടതി ഇതെല്ലാം തന്നെ കണ്ടെത്തിയിരുന്നത്. പക്ഷേ ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ കേസ് റദ്ദാക്കണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതിയിലേക്ക് MR അജിത് കുമാർ ചെല്ലുന്നത്. ആ സമയത്ത് കേസ് പരിഗണിക്കുമ്പോൾ ഗുരുതരമായ ചില കാര്യങ്ങൾ കൂടി കോടതിയുടെ ഭാഗത്തു നിന്ന് ചോദിക്കുകയും ചെയ്തിരുന്നു. കാരണം ഇത് ആരാണ് അന്വേഷിച്ചത്, ചട്ടപ്രകാരം ഇത് അന്വേഷിക്കേണ്ടതുണ്ട്. അതിൽ ഈ അഴിമതി നിരോധന നിയമപ്രകാരം 17A പ്രകാരം ഇതിൽ അനുമതി വാങ്ങി അതിനുശേഷമുള്ള അന്വേഷണങ്ങളടക്കമുള്ള കാര്യങ്ങൾ പോകേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള അനുമതികൾ വാങ്ങിയിരുന്നു എന്ന് ചോദിച്ചു. തുടർന്നാണ് ഇതിൽ ആരന്വേഷണം നടത്തിയെന്നതിലാണ് വളരെ ഗൗരവതരമായ രീതിയിലുള്ള ചില കണ്ടെത്തലുകളുണ്ടായ DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് അന്വേഷിച്ചതെന്ന് പറഞ്ഞപ്പോൾ കോടതി തന്നെ അന്ന് കേസ് പരിഗണിക്കുമ്പോൾ ചോദിച്ചിരുന്നു ഇതെങ്ങനെയാണ് സാധ്യമാവുക. കാരണം റാങ്കിൽ കുറഞ്ഞ ഒരു ഉദ്യോഗസ്ഥൻ ഇതെങ്ങനെ അന്വേഷിക്കാനായിട്ട് സാധിക്കുമെന്ന് ചോദിച്ചു. കോടതി തന്നെ അതിനൊരു ഉദാഹരണം എന്ന രീതിയിൽ പറഞ്ഞത് ഈ ഹൈക്കോടതി ജഡ്ജിക്കെതിരെ രജിസ്ട്രാർ അന്വേഷണം നടത്തിയ ആളുടെ അവസ്ഥ ഉണ്ടാകുമെന്ന് ആ രീതിയിലൊരു പരാമർശം വാക്കാൽ തന്നെ അതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിച്ചു. അപ്പോൾ ആ രീതിയിലല്ല അന്വേഷണം നടക്കേണ്ടത്. തുടർന്ന് MR അജിത് കുമാറിൻ്റെ അഭിഭാഷകൻ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ചട്ടപ്രകാരമുള്ള രീതിയിലേക്ക് അന്വേഷണം പോയിരുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. സർക്കാരിൻ്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് തങ്ങൾ അന്വേഷണത്തിലേക്ക് കടന്നത്. സാധാരണ നടപടി പ്രകാരമുള്ളൊരു അന്വേഷണമായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ ബോധിപ്പിക്കുകയും ചെയ്തു. അതുമാത്രവുമല്ല വിജിലൻസ് കോടതിയിൽ നിന്ന് ചില പരാമർശങ്ങളുണ്ടായിരുന്നു. അത് മുഖ്യമന്ത്രിക്കെതിരെയും അടക്കമുള്ള ചില രീതിയിലുള്ള സൂചനകളുണ്ടായിരുന്നു. അത്തരം കാര്യങ്ങൾ കാര്യങ്ങൾ കൂടി അതിൽ നിന്ന് നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്ത് നൽകിയ അപേക്ഷ അടക്കമുള്ള കാര്യങ്ങൾ കൂടി ഇന്ന് കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നുണ്ട്. നേരത്തെ ഈ കേസ് പരിഗണിക്കുമ്പോൾ PV അൻവർ അദ്ദേഹം കൂടി കേസിൽ കക്ഷി ചേരുന്നതിന് കോടതിയെ സമീപിക്കുകയുണ്ടായിരുന്നു. കോടതി അനുവദിക്കുകയും ചെയ്തു. അതിൽ വാദമുഖമായി അദ്ദേഹം പറഞ്ഞത് താൻ നൽകിയ ചില പരാതികൾ, MR അജിത് കുമാറിനെതിരെ നൽകിയ പരാതികൾ അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പിന്നീട് സർക്കാർ ഇതൊരു അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ കൂടി ഈ കേസിൽ കക്ഷി ചേർക്കണമെന്ന അദ്ദേഹത്തിൻ്റെ അപേക്ഷയുണ്ടായിരുന്നു. അത് കോടതി അനുവദിക്കുകയും എല്ലാം തന്നെ ചെയ്തു. അങ്ങനെ ഇത്തരം ഒരു സാഹചര്യങ്ങളിലൂടെയാണ് ഈ കേസെല്ലാം തന്നെ കടന്നു പോവുകയും ചെയ്തത്. എന്തായാലും കോടതി ജസ്റ്റിസ് ബദറുദ്ദീൻ ആണ് കേസ് പരിഗണിക്കുകയും ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ബെഞ്ചിലേക്ക് രാവിലെയോടുകൂടി തന്നെ ഈ കേസ് പരിഗണനയ്ക്ക് വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. MR അജിത് കുമാറിനെ കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിർണായകമായൊരു ദിവസം തന്നെയാണ്. കാരണം ഈ കേസിൽ എന്ത് തീരുമാനമെടുക്കുന്നു, കോടതി എന്ത് തീർപ്പ് കൽപ്പിക്കുന്നു, അല്ലെങ്കിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള പരാമർശങ്ങൾ പോലും ഉണ്ടായാൽ പോലും അത് വളരെ ഗുരുതരമായിട്ട് തന്നെ അത് പ്രതിഫലിക്കുകയും എല്ലാം തന്നെ ചെയ്യും. എന്തായാലും കോടതി ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഈ കേസ് പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഡാനി പോളാണ് വിവരങ്ങൾ. തിരിച്ചെത്താം ഒരിടവേളയ്ക്ക് ശേഷം. ഗുരുതര ആരോപണങ്ങളുമായി ചീഫ് ജസ്റ്റിസിന് ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റിന്റെ കത്ത്. ബാർ അസോസിയേഷൻ വാർഷിക യോഗത്തിൽ നിന്ന് 30 ജഡ്ജിമാർ കൂട്ടത്തോടെ വിട്ടുനിന്നു. ഇത് ജഡ്ജിമാർക്കിടയിലെ യൂണിയൻ വൽക്കരണമെന്ന് ഹൈക്കോടതി അഭിഭാഷകർക്കിടയിൽ അഭിപ്രായമുണ്ട്. ചില ജഡ്ജിമാർ ബാർ അസോസിയേഷൻ കാര്യങ്ങളടക്കം നേരിട്ട് ഇടപെടുകയാണ്.
ജഡ്ജിമാരുടെ അടുത്ത ബന്ധുക്കൾ ഹൈക്കോടതിയിലടക്കം അഭിഭാഷകരായും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നേരത്തെ പ്രവർത്തിച്ച ലോ ഫേമിന് ഒരു ജഡ്ജി ഇപ്പോഴും തന്റെ പേര് ഉപയോഗിക്കാൻ അനുവദിച്ചിരുന്നു. ഇത് ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയുടെ കൂടി പ്രശ്നമാണെന്നും കത്തിൽ പറയുന്നു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായിയുടെ അവസാന പ്രവൃത്തി ദിവസം ഇന്ന് രാവിലെ 10:10 സെറിമോണിയൽ ബെഞ്ച് ചേരും. സുപ്രീം കോടതി ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വൈകിട്ടാണ് യാത്രയയപ്പ്. 23-ാം തീയതിയാണ് ചീഫ് ജസ്റ്റിസ് ഗവായി വിരമിക്കുക. 53ാമത് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ചെങ്കോട്ട സ്ഫോടനത്തിലെ പ്രതികളായ അൽ ഫല മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്ക് വിദേശത്തു നിന്ന് പരിശീലനം കിട്ടിയതായി സംശയം. ഡോക്ടർ മുസമിലിന് എൻക്രിപ്റ്റ് ചെയ്ത ആപ്പ് വഴി ബോംബ് നിർമ്മിക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. പാക് തീവ്രവാദ സംഘടനയായ ജെയ്ഷെ മുഹമ്മദിനും IS ശാഖയായ അൻസാർ ഗസ്വാത് അൽ ഹിന്ദിനും വേണ്ടിയാണ് ഇവർ പ്രവർത്തിച്ചിരുന്നതെന്നാണ് കണ്ടെത്തൽ. അജയ് സുധാ ബിജു നൽകും വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ. അജയ്, അങ്ങനെ ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഓരോ ദിവസവും നിർണായകമായ വിവരങ്ങളാണ് പുറത്തുനിന്ന് വരുന്നത്. ഈ അൽഫല കോളേജുമായി ബന്ധപ്പെട്ട് ഇന്നലെ 10 പേരെ കാണുന്നില്ല എന്നുള്ള റിപ്പോർട്ട് വന്നിരുന്നു. അവർക്ക് ഈ ഭീകരബന്ധവുമായി ബന്ധപ്പെട്ട്, ഈ ഭീകരബന്ധത്തിൽ ഏർപ്പെട്ട ഡോക്ടർമാരുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ബന്ധമുണ്ട് എന്നതിലേക്ക് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം പോകുന്നത്. ഇപ്പോഴിതാ ഈ ഡോക്ടർമാർക്ക് വിദേശത്ത് നിന്ന് പരിശീലനം കിട്ടിയെന്നുള്ള സംശയവും പുറത്തു വരുന്നു, അല്ലേ? ഭവ്യ, ഈ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പ്രതികൾക്ക് വിദേശ സഹായം ലഭിച്ചിട്ടുണ്ട്. അവർക്ക് ഇതുമായിട്ട് നല്ല രീതിയിൽ ഒരു വിദേശ കണക്ഷൻ ഉണ്ടായിരുന്നു എന്നതിനെ പറ്റിയിട്ടുള്ള സൂചന ആദ്യം മുതൽ തന്നെ ലഭിച്ചിരുന്നതാണ്. ഇപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ തെളിവുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. വ്യക്തമായിട്ടുള്ള സൂചനകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ ഉണ്ട്. ഈ ഡോക്ടർ മുസമിലാണ് ആദ്യം അറസ്റ്റിലായ വ്യക്തികളിൽ ഒരാളാണ് ഡോക്ടർ മുസമിൽ. ഇദ്ദേഹം തുർക്കി വഴി അഫ്ഗാനിസ്ഥാനിലേക്ക് പോയിട്ടുണ്ട് എന്നതിനെ പറ്റിയിട്ട് NIA കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഇയാൾ വഴിയാണ് ഈ മറ്റ് ഡോക്ടർമാരിലേക്കും ഇത്തരത്തിൽ വിദേശത്ത് നിന്നുള്ള സഹായങ്ങൾ, അതുപോലെ തന്നെ ബന്ധങ്ങൾ, കണക്ഷൻസ് എല്ലാം ലഭിച്ചത്. ഈ മുസമിലിനെ വിദേശത്തേക്ക് പോകാൻ സഹായിച്ച വ്യക്തികളെ സംബന്ധിച്ചും പ്രത്യേകം സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ഈ ഹൻസുള്ള, നിസാർ, ഉക്കാസ എന്നീ കോഡ് പേരുകളിൽ അറിയപ്പെടുന്ന വ്യക്തികളാണ് ഈ ഡോക്ടർമാരെ സഹായിച്ചതെന്നാണ് NIAക്ക് വിവരം ലഭിച്ചിട്ടുള്ളത്. ഈ 3 കോഡ് പേരുകളാണ് എന്ന് തന്നെയാണ് NIAക്ക് സംശയമുള്ളത്. യഥാർത്ഥ പേരാകാൻ സാധ്യതയില്ല. ഈ ഹൻസുള്ള, നിസാർ, അതുപോലെ തന്നെ ഉക്കാസ എന്നീ പേരുകളിൽ ചില കോഡ് പേരുകളിൽ ഇതിന് പിന്നിൽ മറ്റ് ഭീകരന്മാരാണെന്നും ഈ NIA സംശയിക്കുന്നുണ്ട്. ഇതിൽ ഈ ഹൻസുള്ള എന്ന് പറയുന്ന കോഡ് ഭാഷയിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ഇവർക്ക് വേണ്ടിയിട്ട് ഈ ബോംബ് നിർമ്മിക്കാൻ സഹായകരമായിട്ടുള്ള വീഡിയോകൾ ഇവർക്ക് പങ്കുവച്ചിട്ടുള്ളത്. അതുപോലെ ഈ ഉക്കാസ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഡോക്ടർമാർക്ക് വിദേശ സഹായങ്ങൾ നേരിട്ട് എത്തിച്ച് നൽകിയിട്ടുള്ളത്. ഈ മുസമിലിനെ വിദേശത്തേക്ക് പോകാൻ സഹായിച്ചതും ഈ ഉഗാസ എന്ന് പറയുന്ന വ്യക്തിയാണ്. മൊത്തം 42 വീഡിയോകളാണ് ഈ ഡോക്ടർമാർക്ക് പങ്കുവച്ചതെന്നാണ് വിവരം ലഭിക്കുന്നത്. ഈ വീഡിയോ വഴി ഇവർക്ക് ഈ ബോംബ് ഉണ്ടാക്കാൻ സഹായകരമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചു. ഇതുവഴിയാണ് ഇവർക്ക് ലഭിച്ചിട്ടുള്ള സ്ഫോടക വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് ബോംബുകൾ തയ്യാറാക്കുകയും മറ്റ് സ്ഫോടനത്തിന് വേണ്ടി ആസൂത്രണം ഉൾപ്പെടെ ചെയ്യുകയും ചെയ്തത്. അതുമാത്രമല്ല, ഇവർ എൻക്രിപ്റ്റ് ചെയ്ത ആപ്പ് വഴിയാണ് ഈ വിവരങ്ങൾ കൈമാറിയത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ NIA മെറ്റയോട് സഹായം തേടിയിട്ടുണ്ട്. ഈ എൻക്രിപ്റ്റ് ചെയ്ത ആപ്പ് വഴിയുള്ള വിവരങ്ങൾ അത് ഡീകോഡ് ചെയ്യുക, അത് വീണ്ടെടുക്കുക എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ഒരു പണിപ്പെട്ട ഒരു ജോലി തന്നെയാണ്. അത് കാരണം മെറ്റയോട് നേരിട്ട് വിവരങ്ങൾ തേടിയിട്ടുണ്ട്. ഈ കേസിൽ സഹായിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ഇനി മെറ്റയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ലഭിക്കേണ്ടതുണ്ട്. ഇവർക്ക് ജെയ്ഷെ മുഹമ്മദ്, അതുപോലെ തന്നെ ISന്റെ ശാഖയായിട്ടുള്ള അൻസാർ ഗസ്വാത് അൽ ഹിന്ദ് എന്ന് പറയുന്ന സംഘടനയുമായിട്ടും ഈ ഡോക്ടർമാർക്ക് ബന്ധമുണ്ട്. ഈ 2 സംഘടനകൾ വഴി, ഈ IS ബന്ധമുള്ള ഈ സംഘടന വഴിയും അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഈ സ്വാധീനം ആദ്യം മുതൽ തന്നെ സംശയിച്ചിരുന്നതാണ്. ഈ 2 സംഘടനകൾ ഈ ഡോക്ടർമാരുമായിട്ട് ലിങ്ക് ഉണ്ടെന്ന് ഇപ്പോൾ നേരിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പ്രധാനപ്പെട്ട ഭീകരർ ഇവർക്ക് ഈ കേസുമായിട്ട് ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ ഷഹീൻ ഫൈസൽ എന്ന് പറയുന്ന ഒരു ഡോക്ടർ, ഇയാൾ മുൻപ്
ഈ അൽഫല സർവകലാശാലയുമായിട്ടൊക്കെ നേരിട്ട് ബന്ധമുള്ളതാണ്. മാത്രമല്ല തമിഴ്നാട്ടിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ട്. ഇയാളെ കേണൽ, അതുപോലെ തന്നെ ലാപ്ടോപ്പ് ഭായ് എന്നീ പേരുകളിൽ തമിഴ്നാട്ടിൽ അറിയപ്പെട്ടിരുന്നു. രാമേശ്വരത്തെ കഫേ ബ്ലാസ്റ്റുമായിട്ടൊക്കെ ഇയാൾക്ക് നേരിട്ട് പങ്കുണ്ടെന്ന് നേരത്തെ തന്നെ എൻഐക്ക് വിവരം ലഭിച്ചിരുന്നതാണ്. 2012 മുതൽ ഇയാളെ കാണാനില്ല എന്നുള്ള വിവരവും ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ മുജാഹിദിനായിട്ടുള്ള മിർസ ഷഹാദ് ഈ ബെയ്ഗിലിൻ എന്ന് പറഞ്ഞൊരു വ്യക്തി, ഇയാൾ മുൻപ് അൽഫല സർവകലാശാലയിൽ പഠിച്ച വ്യക്തിയാണ്. ഇയാൾക്ക് 2008 ബട്ട്ല ഹൗസ് ഏറ്റുമുട്ടലുമായിട്ടൊക്കെ ബന്ധമുള്ള ആളാണ്. ഇയാൾക്കും ഈ ഡോക്ടർമാരുമായിട്ട് ബന്ധമുണ്ടെന്ന് നിലവിൽ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ 2 ഡോക്ടർമാരും ഇപ്പോൾ നിലവിൽ പേര് സൂചിപ്പിച്ച പോലെ ഈ ഷാഹിദ് ഫൈസൽ ആണെങ്കിലും അതുപോലെ തന്നെ ഈ മിർസ ഷദാബ് ആണെങ്കിലും ഇരുവരും ഇപ്പോൾ നിലവിൽ തുർക്കി മേഖലയിലൊക്കെ ഉണ്ടെന്നാണ് നിലവിൽ ഇവർക്ക് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സിറിയയിലുള്ള ചില നിരോധിത ഭീകരവാദ സംഘടനകളുമായിട്ടും ഈ ഡോക്ടർമാർ ബന്ധം പുലർത്തിയിരുന്നു. ഇവരെ ഈ സിറിയയിലുള്ള ഈ ഭീകരവാദ സംഘടനകളുമായിട്ടും അതുപോലെ തന്നെ ഈ അഫ്ഗാൻ തുർക്കി മേഖലയിലുള്ള മറ്റ് ഭീകരവാദ പ്രവർത്തനങ്ങളുമായിട്ടും നേരിട്ട് ലിങ്ക് ചെയ്തത് ഈ 2 വ്യക്തികളാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചുള്ള സൂചനകൾ നിലവിൽ അതോടൊപ്പം തന്നെ അജയ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ അൽഫല ക്യാമ്പസിൽ നിന്ന് ഈ അൽഫല ക്യാമ്പസാണ്, സർവകലാശാലയാണ് ഈ ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട തീവ്രവാദത്തിന് അല്ലെങ്കിൽ ഭീകരവാദത്തിന് കേന്ദ്ര ബിന്ദു എന്നുള്ള സംശയം അന്വേഷണ സംഘത്തിനുണ്ട് എന്നുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നതാണ്. അവിടെ നിന്ന് 10ഓളം ആളുകളെ കാണാതായി. അവരെ കണ്ടെത്തേണ്ടത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമല്ലേ? തീർച്ചയായിട്ടും ഇവരെ സംബന്ധിച്ചുള്ള സൂചനകൾ ഇപ്പോൾ നിലവിൽ എൻഐക്ക് ലഭിക്കേണ്ടതുണ്ട്. പ്രധാനമായിട്ടും ഈ മിർഷ സദാബ് എന്ന് പറയുന്ന വ്യക്തി, ഇയാൾ മുൻപ് തന്നെ ഈ അൽഫല യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് ഇതിന് മുൻപ് തന്നെ നിരവധി ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന വ്യക്തിയാണ്. 2008 നടന്ന ബട്ട്ല ഹൗസ് അറ്റാക്കിൽ ഉൾപ്പെടെ ഇയാൾക്ക് നേരിട്ട് പങ്കുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്കാണ് ഈ ഡൽഹി സ്ഫോടനമൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഇയാൾ സിറിയ അതുപോലെ തന്നെ തുർക്കി മേഖലകൾ കേന്ദ്രീകരിച്ച് നിലവിൽ പ്രവർത്തിക്കുന്നതായിട്ടൊക്കെ സൂചനകൾ ലഭിച്ചിരുന്നു. അതിനുശേഷം പിന്നീടാണ് ഇത്തരത്തിൽ ഈ ഡോക്ടർമാരുടെ ഈ കണ്ണിയെ പറ്റിയിട്ടുള്ള കൂടുതൽ സൂചനകൾ പോലീസിന് ലഭിക്കുന്നത്. ഇതിനെ തുടർന്ന് ഇതിനെ പിൻപറ്റിയുള്ള അന്വേഷണത്തിലും പിന്നീട് ചെന്നെത്തുന്നത് ഈ മിർസ ഷദാബിലേക്ക് തന്നെയാണ്. ഈ ഡോക്ടർമാരും അതുപോലെ തന്നെ ഇവിടെ പഠിച്ചിറങ്ങിയ ഈ മുൻ ഡോക്ടറുമായിട്ട് നേരിട്ട് ബന്ധമുണ്ടെന്ന് നിലവിൽ എൻഐക്ക് സൂചന ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡോക്ടർ മൊഡ്യൂൾ അന്വേഷിച്ച് ചെന്നെത്തിയിരിക്കുന്ന വലിയൊരു കണ്ണിയിലേക്കാണ്. ഈ 2 ഭീകരന്മാരെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണെങ്കിലും ഇനി കൂടുതൽ വിവരങ്ങളാണ് ഇനി ലഭ്യമാകേണ്ടത്. ഇതിന് പിന്നിൽ ആരൊക്കെയുണ്ട്, എത്ര വലിയ കൊമ്പന്മാരുണ്ട് എന്നതിലേക്കൊക്കെ അന്വേഷണം എത്തേണ്ടതുണ്ട്. NIA അവരിലേക്കുള്ള അന്വേഷണത്തിലാണെന്ന കാര്യത്തിലും സംശയമില്ല. അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്. കർണാടകയിൽ DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കാൻ ഹൈക്കമാൻഡിന് മേൽ സമ്മർദ്ദം ശക്തമാക്കി ഒരു വിഭാഗം. മഗടി MLA HC ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ DK ശിവകുമാറിനെ അനുകൂലിക്കുന്ന പ്രമുഖ MLA-മാർ ഡൽഹിയിലെത്തി. നേതൃമാറ്റം വേണമെന്ന ആവശ്യം ഹൈക്കമാൻഡിന് മുന്നിൽ വയ്ക്കുന്നത് രാമനഗര MLA ഇക്ബാൽ ഹുസൈൻ ന്യൂസ് 8നോട് സ്ഥിരീകരിച്ചു. രാകേഷ് നൽകും വിവരങ്ങൾ. രാകേഷ്, ഭരണത്തിന്റെ തുടക്കം മുതൽ തന്നെ ഇത്തരത്തിൽ ശിവകുമാറിന് വേണ്ടി മുറവിള കൂട്ടിയെ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ ഒരു സെക്കൻഡ് ടേം വന്ന സമയത്ത് ഒരു ഭരണമാറ്റം വേണമെന്നുള്ള ആവശ്യമുയരുന്നു. അതുമായി ബന്ധപ്പെട്ട് തർക്കമുയരുന്നു. ഹൈക്കമാൻഡിന് മുൻപിലെത്തുന്നു കാര്യങ്ങൾ, അല്ലേ? ഭവ്യ, DK ശിവകുമാറിന് വേണ്ടി ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോൾ പരസ്യമായി രംഗത്ത് വരികയാണ്. കാരണം സർക്കാർ അധികാരത്തിൽ വന്നിപ്പോൾ 2.5 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ ഘട്ടത്തിൽ സ്ഥാനമാറ്റം, മുഖ്യമന്ത്രി മാറണം എന്നാണ് ഇവരുടെ ആവശ്യം. നേതാക്കൾ ഇതിനോടകം തന്നെ ഡൽഹിയിലെത്തിയിട്ടുണ്ട്. DK ക്യാമ്പിലെ പല MLA-മാരും മന്ത്രിമാരും ഇതിനോടകം തന്നെ ഡൽഹിയിലെത്തിയിട്ടുണ്ട്. ഇതിന് നേതൃത്വം നൽകുന്നത് N. ചലവുരായ സ്വാമിയാണ്. അദ്ദേഹം മന്ത്രിയാണ്. ഒപ്പം HC ബാലകൃഷ്ണൻ, ഒപ്പം തന്നെ SR ശ്രീനിവാസ് തുടങ്ങിയ MLA-മാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അവർ ഡൽഹിയിൽ ക്യാമ്പ് ചെയ്യുകയാണ്. 10 MLA-മാരധികം ഇനിയും ഡൽഹിയിലെത്തും എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. കാരണം 2.5 വർഷം എന്നൊരു വാക്ക് നേരത്തെ സിദ്ധരാമയ്യെ മുഖ്യമന്ത്രിയായി സ്ഥാനമേൽപ്പിക്കുമ്പോൾ ഹൈക്കമാൻഡ് അറിയിച്ചിരുന്നു. പക്ഷേ ആ കാലം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. കാരണം മെയ് 2023 സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത്. 2.5 വർഷം ഈ നവംബർ കഴിയുന്നതോടുകൂടി പൂർത്തീകരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണം എന്നൊരാവശ്യമാണ് ഇവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്നാൽ സിദ്ധരാമയ്യ ഇത് നിഷേധിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ അത്തരമൊരു ആലോചനകളില്ല. താൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നത് 5 വർഷത്തേക്ക് തന്നെയാണ് എന്നൊരു പ്രതികരണം സിദ്ധരാമയ്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും ഇനി ഹൈക്കമാൻഡ് എന്തു പറയുന്നു, ഒപ്പം DK ശിവകുമാർ ക്യാമ്പ് എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് നിർണായകമാണ്. കാരണം സർക്കാർ രൂപീകരിക്കുന്ന ഘട്ടത്തിൽ DK ശിവകുമാർ
വലിയ സമ്മർദ്ദം ചെലുത്തിയതിന് ശേഷമാണ് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതും ഉപമുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോഴും KPCC അധ്യക്ഷൻ കൂടിയായ അദ്ദേഹത്തിന്റെ മനസ്സിൽ മുഖ്യമന്ത്രി പദവി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം KPCC അധ്യക്ഷ സ്ഥാനം രാജിവെക്കും, ഒരാൾക്കും ഒരു അനന്തമായി ഒരു പദവിയിൽ തുടരാൻ കഴിയില്ല എന്ന പ്രതികരണം നടത്തിയിരുന്നു. തീർച്ചയായും അത് മുഖ്യമന്ത്രി സ്ഥാനം കൂടി ലക്ഷ്യമിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോഴും ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ മൗനം തുടരുകയാണ്. ഒരു പ്രതികരണം ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ DK ക്യാമ്പ് ഇനി എന്ത് ചെയ്യുന്നു, സമ്മർദ്ദം കൂടുതൽ ശക്തമാക്കുമോ, DK ശിവകുമാറിന്റെ പ്രതികരണം എന്ത് തുടങ്ങിയ കാര്യങ്ങൾ നിർണായകമാണ്. ഭവ്യ. ശരി, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. ഒരിടവേള തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. കോഴിക്കോട് കൊടിയത്തൂർ പഞ്ചായത്തിൽ UDF വെൽഫെയർ ധാരണയിൽ മത്സരം. വെൽഫെയർ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന വാർഡുകളിൽ UDFന് സ്ഥാനാർത്ഥിയില്ല. ഇക്കാര്യം വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി സാലി കൊടപ്പൻ ന്യൂസ് 8 സ്ഥിരീകരിച്ചു. മറ്റിടങ്ങളിലും പ്രാദേശിക ധാരണയ്ക്കുള്ള ചർച്ചകൾ തുടരുകയാണ്. പ്രാദേശിക ധാരണകളാണല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാവുക. പ്രാദേശിക ധാരണകൾ പല നിലയിൽ രൂപപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അത് ആരൊക്കെ എന്തൊക്കെയെന്നുള്ളത് ഇപ്പം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കോലത്തിലേക്ക് ആയിട്ടില്ല. ഉണ്ട് അല്ലെ? പ്രാദേശിക ധാരണകൾ ഉണ്ടാവും. എന്തായാലും പ്രാദേശിക ധാരണകൾ ഉണ്ടാവും, തീർച്ചയായും. പിന്തുണ തരുന്നുണ്ട്. അവിടെ പ്രാദേശിക വ്യത്യസ്ത സമരമുന്നണികള്, അവിടുത്തെ നേരത്തെ ഉണ്ടായിരുന്ന ഗെയിൽ സമരവുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ആളുകൾ, ഇത്തരം ആളുകളൊക്കെ അവിടെ ഉണ്ട്. അത്തരം സംവിധാനങ്ങളൊക്കെ ചേർന്നുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെയാണ് പോകുന്നത്. അതേസമയത്ത് നോമിനേഷനുകൾ വേറെയും വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേറെ സ്ഥാനാർത്ഥി ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ സ്ഥാനാർത്ഥികൾ അവിടെ ഉണ്ടായേക്കാം. നിലവിൽ ധാരണയുണ്ട്, പക്ഷെ മാറാൻ പാടില്ല എന്നില്ല അല്ലെ? അതെ അതെ അതെ, അത്തരം കാര്യങ്ങളൊക്കെ ഇനിയും രൂപപ്പെട്ട് വരേണ്ടതാണ്. സമയമുണ്ടല്ലോ. നമ്മള് എല്ലാ സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികളെ വെക്കുക, മത്സര രംഗത്തുണ്ടാവുക എന്നതാണ് പാർട്ടി സ്വീകരിച്ച നിലപാട്. ആ നിലക്ക് നമ്മൾ നോമിനേഷനുകൾ കൊടുക്കുന്നുണ്ട് എല്ലായിടങ്ങളിലും. നോമിനേഷനുകൾ കൊടുത്തു കഴിഞ്ഞതിന് ശേഷവും രൂപപ്പെടുന്ന പ്രാദേശിക ധാരണകളെയോ നീക്കുപോക്കുകളെയോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, അതാത് സ്ഥലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുക്കും. എന്നാൽ വെൽഫെയർ പാർട്ടിയുമായി പരസ്യമായോ രഹസ്യമായോ ധാരണയില്ലെന്നാണ് ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വം അവകാശപ്പെടുന്നത്. MS അനീഷ് കുമാർ നൽകും വിവരങ്ങൾ. അനീഷ്, ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി. വെൽഫെയർ പാർട്ടി UDFനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. പക്ഷേ ഇപ്പോൾ അത് കൂടുതൽ പരസ്യമാകുന്നു എന്ന് വേണമോ അനീഷിന്റെ വാർത്തയിൽ കൂടെ മനസ്സിലാക്കാൻ? ഭവ്യ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ പരസ്യമായ ധാരണകൾ പല പഞ്ചായത്തുകളിലും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും മുക്കം നഗരസഭ പോലുള്ള ചില നഗരസഭകളിലുമൊക്കെ ഇത്തരത്തിൽ ഒരു പരസ്യമായ ബാന്ധവം ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ വെൽഫെയർ പാർട്ടി പോലുള്ള കക്ഷികളുമായി UDF സഖ്യത്തിന് പോകുമ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ ചില എതിർപ്പുകൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, അതിൻ്റെ കീഴിലുള്ള പ്രസ്ഥാനമാണ് വെൽഫെയർ പാർട്ടി. അതുകൊണ്ട് പൂർണ്ണമായ ഒരു ഇസ്ലാം രാഷ്ട്രവാദമൊക്കെ ഉന്നയിച്ച് മുന്നോട്ട് വരുന്ന ആശയഗതിക്കാരാണ് ഇതിലുള്ളത് എന്ന വിമർശനമാണ് വരുന്നത്. ഒപ്പം ഈ വെൽഫെയർ പാർട്ടിയുമായി ധാരണ ഉണ്ടാക്കുമ്പോൾ മറ്റ് ചില ഭൂരിപക്ഷ മേഖലകളിലെ വോട്ടുകളെ ഇത് സാരമായി ബാധിക്കുമെന്ന ഒരു വിലയിരുത്തൽ കൂടി ഉണ്ടായിരുന്നു. എന്തായാലും അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ പരസ്യമായ ഒരു ബാന്ധവത്തിലേക്ക് പോകാൻ കോൺഗ്രസ് തയ്യാറാവാതിരുന്നത്. ഇന്നലെയും DCC അധ്യക്ഷനുമായി നമ്മൾ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് പരസ്യമായോ രഹസ്യമായോ ഒരു ധാരണയും ജില്ലയിൽ ഒരിടത്തും ജമാഅത്തെ ഇസ്ലാമിയുമായി അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുമായി ഇല്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. സംസ്ഥാന തലത്തിലും UDF നേതാക്കൾ VD സതീശൻ അടക്കമുള്ളവർ പല കുറി ആവർത്തിച്ചു കഴിഞ്ഞു ഇത്തവണ വെൽഫെയർ പാർട്ടിയുമായി യാതൊരു ധാരണയോ സഖ്യവുമില്ല എന്ന്. എന്നാൽ കോഴിക്കോട് ജില്ലയിലെ തന്നെ പല പഞ്ചായത്തുകളും ഇത്തരത്തിൽ പരസ്യമായ സഖ്യങ്ങൾ തന്നെ ഈ വെൽഫെയർ പാർട്ടിയുമായി ഉണ്ട് എന്നതിൻ്റെ തെളിവുകളാണ് പുറത്തു വരുന്നത്. നമ്മൾ ഈ പുറത്തുവിട്ടത് തന്നെ പരിശോധിച്ചാൽ കൊടിയത്തൂർ പഞ്ചായത്തിലെ 1-ാം വാർഡിൽ പ്രേമ V എന്ന സ്ഥാനാർത്ഥിയാണ് നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുന്നത്. 16-ാം വാർഡിൽ KC യൂസഫ് എന്ന സ്ഥാനാർത്ഥിയും വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയും പത്രിക നൽകിയിരിക്കുന്നു. പക്ഷേ ഈ രണ്ടുപേരും വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികൾ എന്ന് പറയുമ്പോഴും സ്വതന്ത്രമാരായാണ് പത്രിക നൽകിയിരിക്കുന്നത്. ഈ സ്വതന്ത്രർക്ക് UDFന്റെ പിന്തുണ നൽകിയിരിക്കുകയാണ്. നേരത്തെ സീറ്റ് വിഭജനത്തിലടക്കം ചർച്ച നടന്നപ്പോൾ 2 സീറ്റുകൾ വെൽഫെയർ പാർട്ടിക്ക് പഞ്ചായത്ത് തലത്തിൽ നൽകുകയായിരുന്നു. ഒപ്പം ഈ 2 സ്ഥാനാർത്ഥികളുടെയും പത്രികാ സമർപ്പണ വേളയിൽ പ്രമുഖ മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ നേതാക്കൾ ഒപ്പം എത്തിയാണ്. സാധാരണ സഖ്യകക്ഷികളായി മത്സരിക്കുമ്പോൾ ഒരു ഘടകകക്ഷി നാമനിർദ്ദേശ പത്രിക നൽകുമ്പോൾ അവരോടൊപ്പം
UDF നേതാക്കൾ, നേരത്തെ തിരുവമ്പാടിയിൽ മത്സരിച്ച ലീഗ് നേതാവ് CP ചെറിയ മുഹമ്മദ് അടക്കമുള്ള ആളുകൾ ഒപ്പമാണ് ഇവർ എത്തിയത്. ഒപ്പം ഈ ഫ്ലെക്സ് ബോർഡുകളും മറ്റുമൊക്കെ സ്ഥാപിച്ചിരിക്കുന്നതും സമൂഹ മാധ്യമങ്ങളിലെ പ്രചരണവുമൊക്കെ UDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെയാണ്. ഈ രണ്ടുപേരും വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളാണ് എന്ന് നേരത്തെ ജില്ലാ ജനറൽ സെക്രട്ടറി സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റു പല ഇടങ്ങളിലും സമാനമായ രീതിയിൽ തന്നെ UDFന്റെ സ്ഥാനാർത്ഥികളുണ്ട്. പ്രത്യേകിച്ചും UDF സ്വതന്ത്രർ എന്ന പേരിലാണ് ഇവർ മത്സരിക്കുന്നത്. അവർക്ക് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ നൽകുന്നു. വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയും സ്വതന്ത്രർ എന്ന രീതിയിൽ മത്സരിക്കുമ്പോൾ അവർക്ക് UDFന്റെ പിന്തുണ നൽകുന്നു. അത്തരത്തിലാണ് പരസ്യമായി ബന്ധമോ അവിടെയാണ് പരസ്പരം മത്സരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അനീഷ് പരസ്പരം സഹായിക്കുന്നു എന്നത് ചിത്രം വ്യക്തമാണ്. അത് മാത്രമല്ല, ന്യൂനപക്ഷ ഭീകരതയും ഭൂരിപക്ഷ ഭീകരതയും ഞങ്ങൾ എതിർക്കുന്നു എന്ന് പറയുന്ന കോൺഗ്രസ് തന്നെയാണ് ഇവിടെ പരസ്പര സഹകരണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. ഇവിടെ സംശയം വരുന്നത് ഇത് ഈ കൊടിയത്തൂർ പഞ്ചായത്തിലെ മാത്രം സാഹചര്യമാണോ, അതല്ലെങ്കിൽ സംസ്ഥാന വ്യാപക ധാരണയാണോ കോൺഗ്രസിന്റെ എന്നാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സംസ്ഥാനത്ത് വ്യാപകമായി തന്നെ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് തന്നെയാണ് വെൽഫെയർ പാർട്ടിക്കുമുള്ളത്. തിരിച്ച് വെൽഫെയർ പാർട്ടിക്കുമായി ധാരണയുള്ള ഇടങ്ങളിൽ വെൽഫെയർ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന ധാരണ കോൺഗ്രസിനുള്ളിൽ നിന്നുമുണ്ട്. കാരണം നമുക്ക് പരിശോധിച്ചാൽ തന്നെ ഈ കൊടിയത്തൂരിലെ ഈ വാർഡിൽ UDF സ്ഥാനാർത്ഥി വേറെ പത്രിക നൽകിയിട്ടില്ല. വെൽഫെയർ പാർട്ടിയുടെ 2 സ്ഥാനാർത്ഥികൾ പത്രിക നൽകുന്നു. അവരോടൊപ്പം UDF നേതാക്കൾ പത്രികാ സമർപ്പണത്തിനായി പോകുന്നു. അവരുടെ പ്രചാരണ സാമഗ്രികളിലൊക്കെ UDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് രേഖപ്പെടുത്തുന്നു. പക്ഷേ UDFന് പ്രത്യേക സ്ഥാനാർത്ഥി അവിടെ ഇല്ല. ആ മേഖലകളിലെ, പ്രത്യേകിച്ചും ഈ കിഴക്കൻ മേഖലകളിലൊക്കെയുള്ള മുക്കത്തിന് സമീപ പ്രദേശങ്ങളിലൊക്കെയുള്ള പലയിടങ്ങളിലും ഇത്തരം UDFന് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി ആളുകളുണ്ട്. പക്ഷേ അവിടെ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ഇവർ രംഗത്ത് വരികയും ചെയ്യുന്നു. എന്നാൽ സ്വന്തം നിലയിൽ അല്ലെങ്കിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥികൾ അവിടെ ഉണ്ടാവാതിരിക്കുകയും ചെയ്യുന്നു. മുസ്ലിം ലീഗിനെ പോലുള്ള ഘടകകക്ഷികൾക്കും സീറ്റ് നൽകാതെ അതിൽ ഒരു പ്രാദേശിക നീക്കുപോക്ക് എന്ന രീതിയിലേക്ക് പോകുന്നു. അതുകൊണ്ട് തീർച്ചയായും ജില്ലയിലെ പല ഇടങ്ങളിലും ഇത്തരത്തിലെ പ്രാദേശിക സഖ്യങ്ങളുണ്ട്. നേരത്തെ നമ്മൾ ജില്ലാ ജനറൽ സെക്രട്ടറി സംസാരിച്ചപ്പോൾ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഇത്തരത്തിൽ പ്രാദേശിക സഖ്യങ്ങൾ ഉണ്ട്. അത് ഒരു അന്തിമ രൂപത്തിലേക്ക് എത്തിയിട്ടില്ല. കാരണം ഇന്ന് പത്രികാ സമർപ്പണത്തിൻ്റെ അവസാന ദിവസമാണ്. ഇതിനുശേഷം സൂക്ഷ്മ പരിശോധനയുണ്ട്, പത്രിക പിൻവലിക്കുന്ന ദിനമുണ്ട്. അത്രയും സമയത്തേക്ക് വീണ്ടും ചില ചർച്ചകളൊക്കെ നടക്കും. ആ ചർച്ചകളിൽ ഒരു ധാരണകൾ ഉരുത്തിരിഞ്ഞാൽ ഒരുപക്ഷെ ചിലയിടങ്ങളിൽ UDFന്റെ സ്ഥാനാർത്ഥികളോ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥികളോ അവരുടെ പത്രിക പിൻവലിക്കും. അങ്ങനെയെങ്കിൽ ഒരു കൃത്യമായ സഖ്യത്തിലേക്ക് നീങ്ങുകയും മത്സരം നടക്കുകയും ചെയ്യും. എന്തായാലും കോഴിക്കോട് ജില്ലയിൽ വളരെ പ്രകടമായ സഖ്യം പലയിടങ്ങളിലുമുണ്ട്. വരും ദിനങ്ങളിൽ കൃത്യമായ സ്ഥാനാർത്ഥികളിൽ ഒരു അന്തിമ രൂപം. അനീഷ്, നമുക്കറിയാം UDFന്റെ ഒരു അസോസിയേറ്റ് അംഗമെങ്കിലും ആക്കണമെന്നാണ് വെൽഫെയർ പാർട്ടിയുടെ കഴിഞ്ഞ കുറേ നാളായിട്ടുള്ള ആവശ്യം. പക്ഷെ അത് ഇതുവരെ തത്വത്തിൽ അംഗീകരിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. പക്ഷേ അപ്പോൾ പോലും നമ്മൾ പരിശോധിക്കേണ്ടത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ ഇതൊരു ടെസ്റ്റ് ഡോസ് ആയിട്ട് കാണാൻ സാധിക്കുമോ? കാരണം ഈ ഒരു പരസ്പര സഹകരണം വിജയിക്കുകയാണെങ്കിൽ, അത്തരത്തിൽ വെൽഫെയർ പാർട്ടി മത്സരിക്കുന്നിടത്ത് വിജയിക്കുകയാണെങ്കിൽ ഇത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ടെസ്റ്റ് ഡോസ് ആയിട്ട് കണ്ടുകൂടെ? അങ്ങനെയാകുമ്പോൾ ഈ രഹസ്യമൊക്കെ പരസ്യമാകാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല അല്ലേ? തീർച്ചയായും വെൽഫെയർ പാർട്ടി ഒരു പരസ്യമായ ബന്ധം വേണമെന്ന ആവശ്യം തന്നെയാണ് കുറച്ച് നാളുകളായി മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം CPMമായി പൂർണ്ണമായും അകന്നു നിൽക്കുന്ന സാഹചര്യം. വെൽഫെയർ പാർട്ടി CPM സ്ഥാനാർത്ഥികളൊക്കെ പിന്തുണച്ച ചരിത്രമുണ്ട് പലയിടത്തും, അവർ തന്നെ പറയുന്നുണ്ട്. പക്ഷേ അത് പ്രാദേശിക നീക്കുപോക്കുകളുടെ അടിസ്ഥാനത്തിൽ എന്ത് തരത്തിലാണ് ഒരു സ്ഥാനാർത്ഥി സമൂഹത്തിന് നന്മ ചെയ്യുന്നത് എന്ന് നോക്കിയൊക്കെയാണ് തീരുമാനിച്ചിരുന്നതെന്നാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉപതെരഞ്ഞെടുപ്പുകളിലും മറ്റുമൊക്കെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ UDFനുണ്ടായിരുന്നു. അവരുടെ നേതാക്കൾ സംസാരിക്കുമ്പോഴാകുമ്പോഴും കൂടുതൽ പ്രാപ്യമായ മുന്നണി UDF ആണ്, അല്ലെങ്കിൽ കൂടുതൽ പ്രാപ്യമായ തെരഞ്ഞെടുപ്പ് സഖ്യത്തിലേക്ക് ഏർപ്പെടാൻ കഴിയുന്നത് UDF ആണ് എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഒരു അസോസിയേറ്റ് അംഗമായി വെൽഫെയർ പാർട്ടിയെ UDFലേക്ക് സ്വീകരിക്കണമെന്ന നിർദ്ദേശം അവർ നൽകിയിരുന്നു. ചില സീറ്റുകളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ആവശ്യങ്ങളും UDFന് മുന്നിലൊക്കെ വെച്ചിരുന്നു. പക്ഷേ UDFനുള്ളിൽ നടന്ന ചർച്ചകളിൽ ഈ വെൽഫെയർ പാർട്ടിയെ നേരിട്ട് മുന്നണിയിലേക്ക് എടുത്താൽ അത് ഗുണത്തേക്കാൾ ഉപരി ദോഷം ചെയ്യും എന്ന ഒരു വിലയിരുത്തലാണ് ഉണ്ടായത്. കാരണം നിലവിൽ തന്നെ ഈ ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നുവെന്ന ആരോപണം കോൺഗ്രസിനെതിരെ ഉണ്ട്. ലീഗിന് പൂർണ്ണമായി കീഴ്പ്പെടുന്നു എന്ന ആരോപണം പല വശങ്ങളിൽ നിന്നും വരുന്നു. അതുകൊണ്ട് മറ്റൊരു ന്യൂനപക്ഷ സ്വഭാവമുള്ള രാഷ്ട്രീയ പാർട്ടിയെ കൂടെ മുന്നണിയിലെടുത്താൽ അത് പൂർണ്ണമായും ന്യൂനപക്ഷത്തിന് കീഴടങ്ങുന്ന BJPയുടെയും CPMന്റെയും ഒക്കെ ആരോപണത്തിന് കൂടുതൽ ശക്തി പകരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ അസോസിയേറ്റ് അംഗമായി മുന്നണിയിൽ ഉള്ളിൽ കടന്ന് മത്സരിക്കുന്നതിനേക്കാൾ സൗകര്യം പലപ്പോഴും ഈ പുറത്തുള്ള ധാരണകളാണ്, ഈ അറിയാതെയുള്ള ധാരണകളാണ് കൂടുതൽ ഗുണകരമാകുക എന്നൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കാര്യങ്ങൾ. അതാണ് വെൽഫെയറുമായി ധാരണയില്ലെന്ന്
കോൺഗ്രസ് ആവർത്തിക്കുമ്പോൾ പോലും അങ്ങനെയല്ല കാര്യങ്ങൾ, ധാരണയുണ്ട്, വ്യക്തമായ ധാരണയുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് MS അനീഷ് കുമാറിന്റെ ഈ റിപ്പോർട്ട്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്നതിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഇന്ന് വൈകിട്ട് 3 വരെ പത്രിക സമർപ്പിക്കാം. നാളെയാണ് സൂക്ഷ്മ പരിശോധന. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 3 വരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനും അവസരമുണ്ട്. കാസർകോട് പടന്നയിൽ മുസ്ലിം ലീഗ് നേതൃത്വവുമായുള്ള അതൃപ്തിയെ തുടർന്ന് യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി മുഴുവൻ രാജിവെച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യൂത്ത് ലീഗ് നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ പരിഗണിക്കാത്തതിനെ തുടർന്നാണ് രാജി. പടന്ന പഞ്ചായത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട UDF-ലെ തർക്കം രൂക്ഷമായതോടെയാണ് മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഒന്നടങ്കം രാജിവെച്ചത്. യൂത്ത് ലീഗ് നിർദ്ദേശിച്ച സ്ഥാനാർത്ഥികളെ മുസ്ലിം ലീഗ് പരിഗണിച്ചിരുന്നില്ല. മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള വാർഡ് കോൺഗ്രസിന് നൽകിയതിനെതിരെ യൂത്ത് ലീഗ് പ്രവർത്തകർ പരസ്യമായി പ്രതിഷേധമുയർത്തി മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിൽ നേതാക്കളെ ഉപരോധിച്ചിരുന്നു. വർഷങ്ങളായി പടന്ന ഗവൺമെന്റ് UP സ്കൂളിലെ വിദ്യാർത്ഥികളും ടൗൺ ക്ലബിലെ യുവാക്കളും ഉപയോഗിക്കുന്ന പടന്ന മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള മൈതാനത്ത് ഓഡിറ്റോറിയം നിർമ്മിക്കുന്നതിനെതിരെ യൂത്ത് ലീഗ് പ്രവർത്തകരുടെ എതിർപ്പ് പരിഗണിച്ചില്ല. പടന്ന പഞ്ചായത്തിലെ 6 വാർഡുകളിൽ പ്രവർത്തകരെ പരിഗണിക്കാതെ സ്ഥാനാർത്ഥികളെ നിർണയിച്ചുവെന്നും വിമർശനമുണ്ട്. പ്രതിഷേധമുയർത്തതിന് പിന്നാലെ യൂത്ത് ലീഗ് കമ്മിറ്റിയെ തെരഞ്ഞെടുത്തത് ശരിയായ രീതിയിലല്ലെന്നും കമ്മിറ്റിക്ക് വിശ്വാസ്യതയില്ലെന്നും വിമർശനമുയർത്തി ചില മുസ്ലിം ലീഗ് നേതാക്കൾ രംഗത്തെത്തി. ഇതേ തുടർന്ന് യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കമറുദ്ദീൻ PK, ജനറൽ സെക്രട്ടറി മുഹമ്മദ് കുഞ്ഞി PKC, ട്രഷറർ ജലീൽ ഓരിമുക്ക് തുടങ്ങിയവരാണ് രാജിവെച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യൂത്ത് ലീഗ് കമ്മിറ്റിക്കെതിരെ വിമർശനവും ആക്ഷേപവും ഉയർത്തിയ സാഹചര്യത്തിൽ കമ്മിറ്റി ഒരുമിച്ച് രാജിവെക്കുന്നുവെന്നാണ് മുസ്ലിം യൂത്ത് ലീഗ് തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിക്ക് നൽകിയ കത്തിൽ പറയുന്നത്. നവംബർ 2 ചേർന്ന കൺവെൻഷനിൽ തെരഞ്ഞെടുത്ത കമ്മിറ്റിയാണ് മുസ്ലിം ലീഗ് നേതൃത്വവുമായുള്ള തർക്കത്തെ തുടർന്ന് കൂട്ടത്തോടെ രാജിവെച്ചത്. ന്യൂസ് 18 കാസർഗോഡ്. PV അൻവറിനെ UDF-ന്റെ ഭാഗമാക്കാൻ വൈകുന്നതിൽ പ്രതിഷേധത്തിലാണ് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ. മലപ്പുറം ജില്ലയിലെ ചില കോൺഗ്രസ് നേതാക്കളുടെ പിടിവാശിയാണ് തീരുമാനങ്ങൾ വൈകിപ്പിക്കുന്നതെന്നാണ് അവരുടെ ആക്ഷേപം. ഇതിൽ പ്രതിഷേധിച്ച് നിലമ്പൂർ മണ്ഡലത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ മത്സരിക്കാൻ ഒരുങ്ങുകയാണ് തൃണമൂൽ കോൺഗ്രസ്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന് ഒരിക്കലും തടസ്സമാകരുതെന്ന നിർദ്ദേശം PV അൻവർ നൽകിയിട്ടുള്ളതിനാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ടാണ് ഇവർ മത്സരിക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുക്കാനുള്ള തീയതിയുടെ അവസാനമായിട്ടും തൃണമൂൽ കോൺഗ്രസിനെ UDF-ൽ ഉൾപ്പെടുത്തുന്നില്ല എന്നതാണ് PV അൻവറിനെയും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരെയും വെട്ടിലാക്കുന്നത്. PV അൻവർ ആകട്ടെ ഇത്തവണ വളരെ കരുതലോടെയാണ്. ഒരു വാക്കുകൊണ്ടോ പ്രസ്താവന കൊണ്ടോ UDF-ന് ദോഷമുണ്ടാക്കരുത് എന്ന നിലപാടിലാണ്. പക്ഷേ പ്രവർത്തകരെ സംബന്ധിച്ച് അങ്ങനെയല്ല. അൻവറിനെ തൃണമൂൽ കോൺഗ്രസിനെ UDF-ൽ ഉൾപ്പെടുത്താത്തത് മലപ്പുറം ജില്ലയിലെ കോൺഗ്രസിലെ ചിലരുടെ താല്പര്യം കാരണമാണെന്നാണ് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. അതിൽ അവർക്ക് പ്രതിഷേധവുമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാനും ഒരുങ്ങിയിരിക്കുകയാണ്. പക്ഷേ തൃണമൂൽ കോൺഗ്രസിൻ്റെ ചിഹ്നത്തിലല്ല, മറിച്ച് സർവ്വസ്വതന്ത്രരായിട്ടാണ്. അതായത് അൻവറിനും ഈ സ്ഥാനാർത്ഥികൾക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല, തൃണമൂൽ കോൺഗ്രസിനും യാതൊരു ബന്ധവുമില്ല. നിലമ്പൂർ നഗരസഭയിലും വഴിക്കടവിലും മൂത്തേടത്തും അങ്ങനെ തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നുണ്ട്. നിലമ്പൂർ നഗരസഭയിൽ 7 വഴിക്കടവിൽ 5-ലധികം സീറ്റുകളിലും മൂത്തേടത്ത് 6 സീറ്റിലും ഇത്തരത്തിൽ UDF-നെതിരെ അല്ലെങ്കിൽ പൊതു സ്വതന്ത്രരായിട്ട് തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ മത്സരിക്കുന്നു. എന്നാൽ കരുളായിൽ UDF-മായി തൃണമൂൽ കോൺഗ്രസ് ധാരണയായിട്ടുമുണ്ട് 2 സീറ്റിൽ. മുസ്ലിം ലീഗിന് തൃണമൂൽ കോൺഗ്രസിനെ ഉൾപ്പെടുത്തണമെന്ന ആഗ്രഹമുണ്ടെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കുന്നത് മുസ്ലിം ലീഗിന് ഒരിക്കലും ദോഷം ചെയ്യില്ലെന്ന്
തൃണമൂൽ കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വം വ്യക്തമാക്കുന്നു. മറിച്ച് UDF-ൽ അവരെ ഉൾപ്പെടുത്താത്ത കോൺഗ്രസിനോടുള്ള ഒരു മറുപടി കൂടിയാകാം ഈ മത്സരം. UDF-നെ സംബന്ധിച്ചിടത്തോളം UDF-ന് നിരുപാധിക പിന്തുണ കൊടുത്തുകൊണ്ടാണ് നമ്മുടെ അതായത് ഇതിൻ്റെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ നേതാവ് PV അൻവർ മൊത്തത്തിൽ ഞങ്ങൾക്ക് തന്ന നിർദ്ദേശവും. ആ നിർദ്ദേശാടിസ്ഥാനത്തിൽ നമ്മൾ എല്ലാ മേഖലകളിലും നമ്മളെ പ്രവർത്തകരോട് ഞങ്ങളുടെ മുഖ്യ ലക്ഷ്യം അല്ലെങ്കിൽ PV അൻവർ പറയുന്നത് എന്തുകൊണ്ടാണ് പിണറായിസം തകർക്കുക, വർഗീയത പ്രോത്സാഹിപ്പിക്കാതിരിക്കുക, തീവ്രവാദത്തിനും വർഗീയതത്തിനും കൂട്ടുനിൽക്കുന്ന പിണറായിസത്തിനെ ഇല്ലായ്മ ചെയ്യാനാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും നമ്മളെന്ത് ചെയ്യുക, സംയമനം പാലിച്ചുകൊണ്ട് UDF-നെ പരമാവധി വിജയിപ്പിച്ചെടുക്കാനാണ്. അത് പ്രത്യേകിച്ച് ലീഗുമായിട്ട് നല്ല ധാരണയിൽ ഞങ്ങൾ പോകുന്നത്. എന്തുതന്നെയാണെങ്കിലും നോമിനേഷൻ പിൻവലിക്കാനുള്ള ദിവസത്തിനുള്ളിൽ UDF-ൽ അൻവറിനെ ഉൾപ്പെടുത്തിയുള്ള തീരുമാനം വന്നാൽ എന്ത് ചെയ്യുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. പ്രവർത്തകർ മത്സരിക്കുന്നത് വളരെ വൈകാരികമായിട്ടാണ്. അവരെ പൂർണ്ണമായും പിന്തിരിപ്പിക്കാൻ ഒരുപക്ഷെ നേതൃത്വത്തിന് സാധിക്കണമെന്നില്ല. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും എന്ന ചോദ്യത്തിനുള്ള ഉത്തരം തന്നെയാണ് കണ്ടു തന്നെ അറിയേണ്ടത്. PV അൻവറിനെ UDF-ൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിനെ UDF-ന്റെ ഭാഗമാക്കിക്കൊണ്ടുള്ള തീരുമാനം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾ അവർ പിന്മാറുമോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടു തന്നെ അറിയേണ്ടതാണ്. നിലമ്പൂരിൽ നിന്നും അഖിലോട്ട് പാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. ഇടുക്കി കട്ടപ്പന നഗരസഭയിലേക്ക് മത്സരിക്കാൻ LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. എന്നാൽ ദിവസങ്ങളോളം മാരത്തൺ ചർച്ച നടത്തിയിട്ടും UDF-ൽ ഇനിയും സീറ്റ് ധാരണയായിട്ടില്ല. കട്ടപ്പന നഗരസഭ രൂപീകരിച്ച ശേഷം നടന്ന 2 തെരഞ്ഞെടുപ്പുകളിലും UDF-നായിരുന്നു ആധിപത്യം. എന്നാൽ ഇത്തവണ പാർട്ടിയിലെ ഐക്യമില്ലായ്മ കാരണം സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോലും വൈകുന്ന അവസ്ഥയാണ്. ഇതിനിടെയാണ് LDF മുൻകൂട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചത്. നഗരസഭയിൽ ആകെയുള്ള 35 സീറ്റിൽ 14 CPM-ഉം 12 സീറ്റിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗവും മത്സരിക്കും. 7 സീറ്റാണ് CPI-ക്ക്. RJD-യും NCP-യും ഓരോ സീറ്റിൽ മത്സരിക്കുന്നു. ഇത്തവണ മികച്ച ഭൂരിപക്ഷത്തിൽ നഗരസഭാ ഭരണം നേടാൻ കഴിയുമെന്ന് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. ഒരാൾ ഭൂരിപക്ഷം കിട്ടിയാൽ ആ പാർട്ടി ഭരിക്കണം. ചരിത്രത്തിൽ കേട്ടിട്ടുണ്ട്, ഓരോ ഗ്രൂപ്പിന് ഇത്ര മാസം 15 4 60 15 മാസം ഒരാളിരിക്കുക, 4 ഗ്രൂപ്പിന് വേണ്ടി മാറ്റി വെക്കുക. അത്ര ഗ്രൂപ്പ് സമവായം തന്നെ ഇവിടെ തകർച്ചയ്ക്ക് കാര്യമാണ്. അതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി ജനങ്ങൾ ഇത് അവസാനിപ്പിക്കണം. ഒരുമാതിരി നാണം കെട്ട രാഷ്ട്രീയം അത് അവസാനിപ്പിക്കാൻ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി വിശ്വാസത്തിലെടുക്കും എന്ന് നല്ല ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടെ കോൺഗ്രസിലെ 3 അംഗങ്ങളാണ് ചെയർപേഴ്സൺ പദവിയിൽ ഇരുന്നത്. ഇത് വികസന പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയായി എന്നാണ് LDF-ന്റെ ആരോപണം. CPM ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം VR സജി ഉൾപ്പെടെയുള്ളവരാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ജനവിധി നേടുന്നത്. അതേസമയം ദിവസങ്ങളായി മാരത്തൺ ചർച്ച നടന്നിട്ടും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള തർക്കം പൂർണ്ണമായും പരിഹരിക്കാൻ കോൺഗ്രസിനും UDF-നും കഴിഞ്ഞില്ല. കോൺഗ്രസ് ജില്ലാ നേതൃത്വം തർക്കമുള്ള 5 ഡിവിഷനിലെ സ്ഥാനാർത്ഥി നിർണയം KPCC-ക്ക് വിട്ട് കാത്തിരിക്കുകയാണ്. ന്യൂസ് 18 ഇടുക്കി. ഇതോടുകൂടി 9 മണി വാർത്തയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് 10 കാണാം. മഞ്ജുഷ് ഗോപാൽ ചെയ്തു.